അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ വാർഡുകളിലും ഗ്രാമപ്രദേശങ്ങൾ അതത് പ്രദേശങ്ങളിൽ തന്നെ മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള സംവിധാനം വീടുകളിൽ തുടങ്ങി ആ പ്രദേശങ്ങളിലും സ്ഥാപനങ്ങളിലൊക്കെ നടത്താനുള്ള സംവിധാനം ഉണ്ടാക്കുകയും ശേഷം പ്രധാനപ്പെട്ട 2 ടൗണുകളിൽ ഈ മാലിന്യങ്ങൾ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ കേന്ദ്രീകരിച്ച് അത് സംസ്കരിക്കാൻ വേണ്ടിയുള്ള സംവിധാനമാണ് ചെയ്തത്. സാർ നേരത്തെ പറഞ്ഞത് ഇവിടത്തിൽ മാലിന്യ സംസ്കരണ പ്ലാന്റും അതുകൂടെ തന്നെ ബയോഗ്യാസ് പ്ലാന്റ് ഓൾറെഡി ഇപ്പം തന്നെ ഉണ്ട്. നമ്മുടെ ഈ SCP TSP ഘടക പദ്ധതി ഉണ്ടല്ലോ, പട്ടികജാതിക്കാർ വളരെ കുറച്ചുള്ള ഒരു പഞ്ചായത്താണ്. പക്ഷെ എങ്കിൽ തന്നെ അങ്ങനെ ഒരു ഘടക പദ്ധതി ഉണ്ട്. കുറച്ച് പേരെ ഉള്ളെങ്കിൽ കൂടിയിട്ട് ഒരു 100-150 വീട് കാണും അല്ലേ? 142 കുടുംബങ്ങൾ ഏകദേശം കണക്ക് വെച്ചാൽ. പക്ഷേ അതിനുള്ള ചിലവ് കുറഞ്ഞു വരുന്നു. 8,30,000 ചിലവാക്കിയ സ്ഥലത്ത് 3 ലക്ഷമായിട്ട് 4 ലക്ഷമായിട്ട് പകുതിയായിട്ട് കുറഞ്ഞു ഈ 3 വർഷത്തിനുള്ളിൽ. അതിൻ്റെ ഒരു ആൻസർ പറഞ്ഞാൽ എന്താ വിഷയം എന്ന് പറഞ്ഞാൽ പട്ടികജാതി വിഭാഗം 142 കുടുംബമുള്ളൂ. ഈ കുടുംബത്തിന് പിന്നെ പല സോഴ്സുകളിൽ നിന്നായി പ്രത്യേകിച്ച് പഞ്ചായത്തുകളിൽ നിന്ന് ലഭിക്കാവുന്ന മാക്സിമം സഹായങ്ങൾ കൊടുത്തു കഴിഞ്ഞു. വീടുകൾ പൂർണ്ണമായി നിർമ്മിച്ചു, വീടില്ലാത്ത ആളുകൾക്ക് സ്ഥലം കൊടുത്തു, മറ്റ് സൗകര്യങ്ങളൊക്കെ ചെയ്തു. യഥാർത്ഥത്തിൽ കിട്ടുന്ന തുകക്കനുസരിച്ച് ഇവർക്ക് കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങളില്ല എന്നുള്ളത്. ഇപ്പം തന്നെ ഒരു തൊഴിൽ പരിശീലന കേന്ദ്രം സത്യത്തിൽ അവിടെ തൊഴിൽ പരിശീലിക്കാൻ വേണ്ടി ഗുണഭോക്താക്കൾ കിട്ടാത്തൊരു സ്ഥിതിയാണുള്ളത്. അപ്പോൾ ഇവർ പര്യാപ്തരായി കഴിഞ്ഞിട്ടുണ്ട്. ഇവർക്ക് പിന്നെ ഗവൺമെൻറ് നോംസ് അനുസരിച്ച് ഇവർക്ക് കൊടുക്കാനും കഴിയും. നോംസിനപ്പുറം കൊടുക്കാൻ പറ്റില്ല. ഒരു വിഷയം മാത്രമേ ഉള്ളൂ. അല്ല, ഇവരുടെ വീടുകളിലൊക്കെ ഒന്നാമത് വീട്, രണ്ടാമത് കുടിവെള്ളം, ഇലക്ട്രിസിറ്റി, കക്കൂസ്, ഈ പ്രാഥമിക ആവശ്യം, ഈ വിഷയങ്ങളെല്ലാം തന്നെ പര്യാപ്തരാണ് 100%. കക്കൂസ്, വൈദ്യുതി, വീട്, പിന്നെ കുടിവെള്ളം എല്ലാം പട്ടികജാതി വിഭാഗങ്ങൾക്കും 100% ലഭിച്ചിട്ടുണ്ട്. എനിക്കറിയാനുള്ളത് യുവജനങ്ങളുടെ തൊഴിലിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രത്യേക പദ്ധതി നടപ്പാക്കിയിട്ടുണ്ടോ? പ്രത്യേക തൊഴിൽ പരിശീലനം എന്തെങ്കിലും ഉണ്ടോ? ഗൾഫിലേക്കാണ് ഒരുപാട് പേര് പോകുന്നതെന്ന് പറഞ്ഞു. അവിടെയുള്ളൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ പഞ്ചായത്തിൽ മാത്രം 10,000-ലധികം ആളുകൾ ഗൾഫിലാണ്. അപ്പോൾ അവിടെ കാർഷിക മേഖലയിൽ തൊഴിലെടുത്തിരുന്ന ആളുകൾ ഇന്നിപ്പം കാർഷിക മേഖലയിൽ മാറി നിർമ്മാണ മേഖലയിലേക്ക് പോവാണ്, കെട്ടിടങ്ങളുടെ നിർമ്മാണം. അപ്പോൾ ഗൾഫ് പണം അങ്ങനെ വരുന്നുണ്ട്, ആ കെട്ടിട നിർമ്മാണ രംഗത്തേക്ക് ആളുകൾ പോകണം. അപ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ചിടത്ത് തൊഴിൽ പ്രശ്നം അവിടെ കാര്യമായിട്ടില്ല. പിന്നെയുള്ളത് സ്ത്രീകളാണ്. ഈ സ്ത്രീകളിപ്പം NREGA വന്നതോടുകൂടി പൂർണ്ണമായും തൊഴിലില്ലാത്ത മുഴുവൻ സ്ത്രീകളും ഈ NREGA പ്രവർത്തനങ്ങളുമായി ഏർപ്പെട്ട് അവരെയും തൊഴിൽ പ്രശ്നങ്ങൾ ഏറെക്കുറെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ അൺസ്കിൽഡ് ആയിട്ടുള്ള വർക്കുകൾ, അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഏർപ്പാടുകൾ പഞ്ചായത്ത് മുഖേന ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ നാദാപുരം നിയോജക മണ്ഡലാടിസ്ഥാനത്തിൽ തന്നെ ഒരു നാദാപുരം വികസന പദ്ധതി എന്നൊരു പരിപാടി നടക്കുന്നുണ്ട്. അതിലൂടെ പഞ്ചായത്തിൻ്റെ സഹായത്തോടുകൂടി പരിശീലനങ്ങൾ കൊടുത്തു വരുന്നുണ്ട്. ഈ ഗൾഫ് മലയാളികളുടെ തിരിച്ചു വരുന്നതൊക്കെ പറഞ്ഞ ഇടയ്ക്ക് ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പം നിങ്ങൾക്ക് അവിടെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അവരുടെ കുടുംബങ്ങൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി പ്രത്യേക പദ്ധതികൾ എന്തെങ്കിലും ഉണ്ടാക്കേണ്ടി വന്നിട്ടുണ്ടോ? അതിനെപ്പറ്റി എന്തെങ്കിലും? ഈ ഗൾഫ് മലയാളികളുടെ തിരിച്ചു വരവ് വലിയ പ്രതികൂലമായി അവിടെ ഇതുവരെ ബാധിച്ചിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യം. അതേസമയത്ത് വന്നു കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഇപ്പം അവിടുത്തെ ജനങ്ങൾ, ഞാൻ എൻ്റെ നാടായിട്ട് പറയല്ല, കുറച്ചുകൂടി ഹൃദയവിശാലത കാണിക്കുന്നതുകൊണ്ട് തന്നെ സാമൂഹികമായ സഹായങ്ങൾ ചെയ്തു വരുന്നുണ്ട്. അതുമാത്രമല്ല, ഇവിടെയുള്ള ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നല്ലൊരു ശതമാനം ഗൾഫ് മലയാളികൾ നാട്ടിലുള്ള ആളുകളും ഗുണഭോക്തൃ വിഹിതമായി, സന്നദ്ധ വിഹിതമായി ലക്ഷക്കണക്കിന് രൂപയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് ആശ്രയ വീടുകൾ 52 ദരിദ്രരായിട്ടുള്ള ആളുകൾക്ക് വീടുണ്ടായി കൊടുത്തു. അത് കേവലം പിന്നെ 22 രൂപ സെൻട്രൽ ഗവൺമെൻറ് ഫണ്ടും 20,000 രൂപ നമ്മുടെ ഈ കുടുംബശ്രീയുടെ ആശ്രയ ഫണ്ടും, അത് കഴിച്ച് വരുന്ന എമൗണ്ട് പൂർണ്ണമായി സന്നദ്ധരായിട്ടുള്ള ആളുകളും വ്യക്തികളും സംഘടനയും കൊടുക്കുക ചെയ്ത് ആ വീട് നിർമ്മിച്ചാൽ കൊടുക്കുകയാണ് ചെയ്തത്. നിങ്ങളുടെ അഭിമാന പദ്ധതിയായിട്ട് മുൻപോട്ട് വെച്ചിരിക്കുന്നത് ഖരമാലിന്യ സംസ്കരണ പ്ലാന്റാണ്. അത് നല്ല രീതിയിൽ നടക്കുന്നതായിട്ട് ചിത്രത്തിൽ കണ്ടു. അഭിനന്ദനങ്ങൾ. അതിൽ കുറച്ചുകൂടി കാര്യങ്ങൾ അറിഞ്ഞാൽ കൊള്ളാം. ഒന്ന്, ഈ മാലിന്യങ്ങൾ മിക്കവാറും റോഡിൽ നിന്ന് തൂത്തുവാരിയെടുക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടത്. കടകളിൽ നിന്ന് അവർക്ക് ബക്കറ്റോ എന്തെങ്കിലും കൊടുത്തിട്ട് നേരിട്ട് അവിടെ നിന്ന് ഈ വഴി വൃത്തികേടാക്കാതെ നേരിട്ട് കടകളിൽ നിന്ന് എടുക്കുന്ന ഒരു രീതി ഉണ്ടോ? ഉണ്ട് സാർ. ഇതിൽ ഓരോ കടകളിലും ബക്കറ്റ് വെച്ചിട്ടുണ്ട്. ഇത് അതിന് പുറമെ റോഡിൽ വരുന്നതാണ്. ഇത് ബോധവൽക്കരണം നടത്തി അതാത് കടകളിൽ നിന്ന് അവർ സംഭരിച്ച് അത് നേരെ വണ്ടിയിലേക്ക് ഇടുന്ന രീതിയിലേക്കാണ് പോകുന്നത്. അതിന് പുറമെ വരുന്നത് ഈ പഞ്ചായത്തിന്റെ ജീവനക്കാരായിട്ടുള്ള, അതായത് സ്ഥിരം ജീവനക്കാർ
ഈ ടൗൺ അടിച്ചു വരുന്നുള്ളൂ. അതേ സമയത്ത് നമ്മൾ 7 ആളുകളെ ഇതിൽ പറഞ്ഞ ശരിയല്ല, 7 ആളുകളെ ടൗൺ സ്വീപ്പിങ്ങിന് വേണ്ടി അഡീഷണൽ ആയിട്ട് വെച്ചിട്ടുണ്ട്. പുറമെ അവരുടെ ദൃശ്യമാണ് കാണിച്ചത്. അതെ, അതിന് പുറമെ 8 ആളുകൾ പ്ലാന്റിൽ തരംതിരിക്കാനും വേണ്ടി വെച്ചു. അങ്ങനെ തരംതിരിക്കേണ്ടി വരുന്നത് നമ്മൾ ഇത് മാലിന്യങ്ങൾ എടുക്കുന്ന സമയത്ത് അവർ തരുന്നവർ കടക്കാർ അത് വേർതിരിച്ച് തരാത്തത് കൊണ്ടും കൂടിയാണ്. അപ്പോൾ ഇത് ശേഖരിക്കുന്ന സമയത്ത് തന്നെ വേർതിരിച്ച് തരാൻ ഈ കടക്കാർ പ്ലാസ്റ്റിക് വേറെയായിട്ടും നമുക്ക് സംസ്കരിക്കാവുന്ന മാലിന്യങ്ങൾ വേറെയായിട്ടും അങ്ങനെ തരാൻ അവരെ നിർബന്ധിക്കാൻ കഴിയില്ലേ? അങ്ങനെ ഞങ്ങൾ ഒരു പരിപാടി പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ അത് പ്രായോഗികമായി വരാത്ത എന്താണെന്ന് വെച്ചാൽ ഇത് തരംതിരിച്ച് ഒരു കടയിൽ തന്നെ പിന്നെ 2 ബക്കറ്റ് വെക്കണം. അത് വെക്കുകയും ചെയ്ത് രണ്ടും കൂടി ഒന്നിച്ചാണ് ഇതിലേക്ക് വേർതിരിച്ച് ശേഖരിക്കാനും വേർതിരിച്ച് കൈകാര്യം ചെയ്യാനും വേർതിരിച്ച് സംസ്കരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. ഇപ്പോൾ വലിയ നഗരങ്ങളിൽ പോലും അത് എക്കണോമിക്കലായി ഞങ്ങൾ നോക്കിയപ്പോൾ ഈ ഇതിനേക്കാളും മെച്ചവും ലാഭകരവും പ്ലാന്റിൽ നിന്ന് തന്നെ വേർതിരിക്കുന്നതാണ്. പക്ഷെ അത് വേർതിരിക്കുന്നവരുടെ കഷ്ടപ്പാടും കൂടി ആലോചിക്കണം. നമുക്ക് സൗകര്യം അതാണ്. ഇപ്പൊ കോഴിക്കോട് നഗരത്തിലും തിരുവനന്തപുരം നഗരത്തിലും ഒക്കെ വേർതിരിച്ച് ശേഖരിക്കുന്നുണ്ട്. അപ്പൊ അത് സാധിക്കും. അതും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഈ ചപ്പുചവറുകൾ ശേഖരിക്കുകയും സംസ്കരിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ത്രീകളെയാണ് അവിടെ കണ്ടത്. അത് കുടുംബശ്രീയുടെ ഭാഗമായിട്ടാണോ അതോ പഞ്ചായത്ത് നേരിട്ട് അവരെ നിയമിക്കുകയാണോ? കുടുംബശ്രീയിൽ നിന്ന് ഞങ്ങൾ ഇന്റർവ്യൂ നടത്തി തെരഞ്ഞെടുത്താണ്. നിങ്ങൾ തെരഞ്ഞെടുത്ത് അപ്പോൾ പഞ്ചായത്ത് നിയമിച്ചിട്ടാണോ ചെയ്യുന്നത്? അവർക്ക് ശമ്പളം കൊടുക്കുകയാണോ ചെയ്യുന്നത്? ശമ്പളം കൊടുക്കുന്നു. സൊസൈറ്റി ശമ്പളം കൊടുക്കുന്നു. അവരൊരു സൊസൈറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? അത് ശരി. എത്ര വരുമാനം കിട്ടും അവർക്ക് ഒരു മാസം? ഒരു ദിവസത്തേക്ക് 125 രൂപ തോതിൽ തൊഴിലാളിക്ക് 3750 രൂപ ഒരു മാസത്തിൽ കൊടുക്കുന്നുണ്ട്. അത് ശരി. അതുകൂടാതെ സെക്യൂരിറ്റി ടാറ്റ ഡ്രൈവർക്കല്ല അതിൽ കൂടുതലായിട്ട് കൊടുക്കുന്നുണ്ട്. സെക്യൂരിറ്റിക്ക് 170 തോതിൽ കൊടുക്കുന്നുണ്ട്. 2 സെക്യൂരിറ്റിമാർ അവിടെ ഉണ്ട് രാത്രിയും പകലായി. പിന്നെ ടാറ്റ ഡ്രൈവർ അതുപോലെ അതൊരു സൂപ്പർവൈസർ. ചിത്രത്തിലെ എല്ലാവരും ഗ്ലൗസും മാസ്കും ഒക്കെ വെച്ചിട്ടാണ് കാണുന്നത്. എപ്പോഴും അങ്ങനെ ഉണ്ടോ? എല്ലാ പഞ്ചായത്തും പടം എടുക്കുമ്പോഴേ ഉള്ളോ? ഈ ഗ്ലൗസും മാസ്കും ഒക്കെ ഫോട്ടോ എടുക്കുമ്പോഴേ ഉള്ളോ അതോ എന്നും ഉപയോഗിക്കുന്നുണ്ട്? അത് നല്ല വൃത്തിയായിട്ടിരിക്കുന്നു ഗ്ലൗസ് ഒക്കെ. അതാണ് ഞാൻ ചോദിക്കാൻ കാരണം. അത് ദിവസം കൊടുക്കും. ദിവസം മാറ്റി. അത് ശരി. ഒരു ദിവസത്തേക്ക് ഒരു മാസ്കിന്റെ തോതിൽ ദിവസം. കൊള്ളാം, നല്ലത് തന്നെ. എന്തുകൊണ്ടാ ഈ വേസ്റ്റ് എല്ലാം നിങ്ങൾ ക്ലീൻ ചെയ്യുന്നു, പറക്കുന്നു, എല്ലാം ചെയ്യുന്നു, പക്ഷെ എന്തുകൊണ്ടാ ട്രാക്ടർ നിങ്ങൾ ഓടിക്കാത്തതെന്നുള്ള? സ്ത്രീകളാ അതിനാരും പരിശീലനം കൊടുത്തില്ല, പരിശീലിച്ചില്ല ട്രാക്ടർ ഓടിക്കാൻ. അത് നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടോ വേണമെന്നുള്ളത്? നിങ്ങൾ ആവശ്യപ്പെട്ടാലല്ലേ അത് കിട്ടൂ നിങ്ങൾക്ക് ഓടിക്കാൻ. മേഡം, കുടുംബശ്രീയുടെ വകയിൽ ഞങ്ങൾ അങ്ങനെ സ്ത്രീകളെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ഒരു പദ്ധതിയെ പറ്റിയിട്ട് പഞ്ചായത്തുമായിട്ട് ആലോചിച്ച് തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. ഏതായാലും ഉടനടി തന്നെ ഞങ്ങളും ഈ ട്രാക്ടർ ഓടിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും എന്നുള്ളത്. അടുത്ത ഫിലിം എടുക്കുമ്പോൾ നിങ്ങളായിരിക്കണം ഓടിക്കുന്നത്. പിന്നെ ഒരു ചോദ്യം കൂടി ഉള്ളത്, ഈ വളത്തിന്റെ നിങ്ങളിപ്പം വളം ഇനിയിപ്പം നൽകാൻ പോവാന്നല്ലോ, ആ വളത്തിന്റെ ക്വാളിറ്റി നിങ്ങൾ അസസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും സംവിധാനം ഉണ്ടോ എന്നുള്ളത്? അതുണ്ട്. അത് കൃഷി ഡിപ്പാർട്ട്മെന്റ് മുഖേന ക്വാളിറ്റി അസസ് ചെയ്തിട്ടുണ്ട്. ചെയ്തു കഴിഞ്ഞു. വളരെ അഭിമാനം കൊള്ളാവുന്ന മറ്റൊരു മേഖലയാണ് ഈ ആയോധന കലയുടെ ഈറ്റില്ലമാണ് കടത്തനാട് എന്ന് പറയുന്നത്. ആയോധന കലയുടെ ഈറ്റില്ലം, കളരിപ്പയറ്റ്. ഈ ആയോധന കല, ആ പാരമ്പര്യം നിലനിർത്താൻ വേണ്ടി പഞ്ചായത്ത് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അതിലുപരി നമ്മൾ സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആയോധന കല എന്നുള്ള കളരിപ്പയറ്റാണ്. ഈ കളരിപ്പയറ്റിന്റെ ജാഗകളും അതിനുള്ള പ്രവർത്തനം, അതിനാവശ്യമായ പ്രോത്സാഹനവും പഞ്ചായത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചായത്ത് കാര്യമായിട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഉണ്ണിയാർച്ച എന്ന് പറയുന്നത് സ്ത്രീ ശാക്തീകരണത്തിന്റെ ഉദാത്തമായ മാതൃകയാണ് പഴയ. അപ്പൊ അത് തുടർന്നു പോകാനുള്ള എല്ലാ സംവിധാനവും ചെയ്യുന്നുണ്ട്. പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ കളരി ജാഗകളുണ്ട്. ചെറിയ കുട്ടികൾ തന്നെ ഇപ്പോൾ അത് അഭ്യസിച്ചുകൊണ്ടിരിക്കുന്നു. പഞ്ചായത്ത് പ്രത്യേക താല്പര്യം എടുക്കുന്നുണ്ട്. കളരി ടീമുണ്ടോ? ഉണ്ട് സർ. അതിനുള്ള സ്കൂളുകളുണ്ടോ? സ്കൂളിന്റെ രീതിയിൽ ഇത് പഠിത്താൽ പോലും ഇതിന് പേര് പറയാം. നേരത്തെ വരുന്ന പേര് കളരി ജാഗ എന്ന് പറഞ്ഞ ഇങ്ങനെ ഇതുപോലെ ഓല കൊണ്ട് കെട്ടിയിട്ടുള്ള ജാഗ. ഇതിന്റെ ഇവരൊരു ടീം ഈ ആഴ്ച പഞ്ചാബിലേക്ക് പോകുന്നുണ്ട്. അതുകൂടാതെ മലേഷ്യയിലേക്കുള്ള ഒരു ശ്രമം ഏതാണ്ട് ഈ വരുന്ന മാസത്തിലേക്ക്. ഈ കളറിപ്പയറ്റില് പെൺകുട്ടികളും ഉണ്ടോ? ഉണ്ട്. അവരെയും വിദേശത്തെല്ലാം കൊണ്ടുപോകാനും. കളറിപ്പയറ്റിന് അമേരിക്കയിൽ പോയപ്പോൾ പെൺകുട്ടികളും പോയി.
ഈ കളരിപ്പയറ്റില് മുസ്ലിം പെൺകുട്ടികളും ഉണ്ടോന്ന്? മുസ്ലിം പെൺകുട്ടികളുണ്ട്. ചൂരക്കൊടി കളരി സംഘത്തിൻ്റെ അകത്ത് മുസ്ലിം പെൺകുട്ടി